Hi friends, Dear Everything Homemade in the Orgami series in the third episode like എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ തവണ ഉണ്ടാക്കിയ ഒരു ഫിഷിന്റെ വീഡിയോ ആണ്. കാണാത്തവർക്ക് വേണ്ടി ഞാൻ അതിന്റെ ലിങ്ക് സജഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ബേർഡിനെ ആണ്. സോ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് ഒരു സ്ക്വയർ ഷീറ്റ് എടുക്കാം. ഇനി നമുക്ക് അതിനെ ഫോൾഡ് ചെയ്യണം. ഇനി നമുക്ക് അതിനൊരു ഡയമണ്ട് ഷേപ്പിലേക്ക് ഫോൾഡ് ചെയ്യണം. ബേർഡിൻ്റെ വീഡിയോയിൽ കൂടുതലും ഫോൾഡ്സ് ആണ് വരുന്നത്. അതിനെ ഒരു ട്രയാങ്കിൾ ഷേപ്പിലേക്ക് ഞാൻ ഫോൾഡ് ചെയ്യാണ്. ഇനി തൊട്ടുള്ള സ്റ്റെപ്സ് എന്ന് പറയുന്നത് ഇത്തിരി ശ്രദ്ധിച്ച് നോക്കിയാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ഇത്തിരി കോംപ്ലക്സ് ആണ്. രണ്ടുമൂന്ന് കാണാൻ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മാത്രം മനസ്സിലാവുന്ന സ്റ്റെപ്സാണ്. അപ്പോൾ അതെ ഓപ്പൺ ആയിട്ടുള്ള ഭാഗം ലെഫ്റ്റ് സൈഡിൽ വരുന്ന പോലെ വെച്ചിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്യുക. അതിന് ആ ഫോൾഡ് ഓപ്പൺ ആക്കിയതിന് ശേഷം മുകളിലേക്ക് ഒരു ഫോൾഡ് കൂടി ചെയ്യുക. ഈ രണ്ട് ഫോൾഡ് എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളിത് ഇനി ഉള്ളിലേക്ക് മടക്കാൻ പോവാണ്. അപ്പോൾ ആ മടക്കുമ്പോൾ അതിൻ്റെ ഫോൾഡ് ചെയ്തതിൻ്റെ ഒരു ഇതിൽ നമുക്ക് എളുപ്പത്തിൽ അകത്തേക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റും. ഇതാ കണ്ടോ, ഈ സെയിം സ്റ്റെപ്പ് തന്നെ നമ്മൾ അപ്പുറത്തെ സൈഡിലും ചെയ്യണം. നമുക്ക് ബേർഡിൻ്റെ വാൽഭാഗമാണ് ശരിയാക്കാനുള്ളത്. ആദ്യം നമ്മൾ ഇതുപോലെ ഫോൾഡ് ചെയ്യുക. അതിനുശേഷം ഫോൾഡ് വരുത്തിയതിന് ശേഷം അത് ഓപ്പൺ ആക്കി വയ്ക്കുക. അതിനുശേഷം തിരിച്ചു പിടിച്ചിട്ട് ആ സെയിം പോർഷൻ തന്നെ തിരിച്ചും ഫോൾഡ് ചെയ്യുക. ഇനി ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിച്ച് നോക്കണം. ഇതുപോലെ ബേർഡിനെ തിരി വിടർത്തി പിടിച്ചിട്ട് അതിൻ്റെ ഫോൾഡ് അകത്തേക്ക് ആക്കുക. അതിനുശേഷം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ബേർഡിൻ്റെ ബീക്കാണ് ശരിയാക്കാനുള്ളത്. അതിനും ഇതുപോലെ ഒരു ചെറിയ ഫോൾഡ് വരുത്തിയതിന് ശേഷം അത് ഓപ്പൺ ആക്കുക. ഇനി തിരിച്ചു പിടിച്ച് ആ സെയിം ഫോൾഡ് തന്നെ തിരിച്ചും ചെയ്യുക. അതിനുശേഷം ടെയിലിൻ്റെ ഭാഗത്ത് ചെയ്ത പോലെ തന്നെ ഭാഗത്തേക്ക് ഫോൾഡ് ചെയ്തതിന് ശേഷം കുറച്ച് പോർഷൻ പുറത്തേക്ക് നിൽക്കുന്ന രീതിയിൽ, ബീക്കായിട്ട് പുറത്തേക്ക് നിൽക്കുന്ന രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്യുക. അപ്പോൾ ബേർഡിൻ്റെ ബീക്കും സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫെദറാണ് ശരിയാക്കാനുള്ളത്. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. രണ്ട് സൈഡിലേക്കും അതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഫെദറും സെറ്റാണ്. സോ നമ്മുടെ ബേർഡ് റെഡി ആയിട്ടുണ്ട്. നമുക്കതിന് കണ്ണാണ് വരയ്ക്കാനുള്ളത്. ഞാൻ മാർക്കർ വെച്ചിട്ട് കണ്ണ് വരയ്ക്കുകയാണ് രണ്ട് സൈഡിലും. നമ്മുടെ ബീക്കിന് വൈറ്റ്നർ യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്. അപ്പോൾ നമ്മുടെ പേപ്പർ ബേർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമാണെന്ന് കരുതുന്നു. ഇഷ്ടമായി തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതുതായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആൻഡ് ലൈക്കിന് ഞെക്കണം. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് ബൈ ബൈ.